അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഫസ്റ്റ് ക്യാമ്പ് നൈറ്റ്, ഇന്നത്തെ ക്യാമ്പ് നൈറ്റ് തീർന്നു. ഇനി കുളിച്ച് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനാണ്. നല്ല നല്ല കിളികളൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ തന്നെ നല്ല ഉണ്ടോ കുഞ്ഞു കിളികളൊക്കെ. അപ്പോൾ എന്താ ഞങ്ങൾ കുളിച്ച് വരാം കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ നല്ല സൂപ്പർ സാൻഡ്വിച്ചാണ്. ടൊമാറ്റോ ഒക്കെ വെച്ച് ചീസൊക്കെ വെച്ച് പെപ്പറൊക്കെ ഇട്ട് എൻ്റെ ആയിക്കോട്ടേക്ക് പെപ്പറൊക്കെ ഇട്ടിട്ട് ഹലോ സുഹൃത്തുക്കളെ, ഇങ്ങനൊരു മല ഉണ്ടോ? അതാണ് മൗണ്ട് ബഫല്ലോ. ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. അവിടെ വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് നോക്കാം, നമുക്ക് പോയോ കേട്ടോ. അപ്പോൾ മൗണ്ട് ബഫല്ലോ നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ്. ഈ റൈറ്റ് സൈഡ് കാണുന്നുണ്ടല്ലോ, ഇത് കാറ്റിൽ ഫാം. ഇതുപോലെ ചെറിയ ചെറിയ കാറ്റിൽ ഫാംസ് നമുക്ക് കൺട്രീസ് ഒരുപാട് കാണാൻ പറ്റും. ഈ മൗണ്ട് ബഫല്ലോ ഒക്കെ പേര് വരാൻ കാരണം അതൊരു ബഫല്ലോ ഇരിക്കുന്ന ആകൃതിയിലുണ്ട്. മൗണ്ട് ബഫല്ലോ നാഷണൽ പാർക്ക് ഏകദേശം 70,000 ഏക്കറിൻ്റെ മുകളിലുണ്ട്. അവിടെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളുണ്ട്. നമുക്കെല്ലാം പോകാൻ പറ്റില്ല. നമ്മളിന്ന് വാട്ടർഫാൾസ് മാത്രമേ പോകണേ ഉള്ളൂ. നല്ല തെളിയുള്ള വെള്ളം, സൂപ്പർ. അടിയൊക്കെ കാണുന്നുണ്ട്. ഞാന് ഈ വെള്ളത്തൊക്കെ നല്ല തണുത്ത വെള്ളമാണ്, ഫ്രീസിങ് കോൾഡാണ്. ഈ വെള്ളത്തിൽ ചാടാൻ പോവാ. തണുപ്പേ തണുപ്പേ. നല്ല ഫ്രഷായിട്ട് കുളിയായിരുന്നു. സൂപ്പറായി, ഫ്രഷായി, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന്റെ മേലേക്ക് 2 വലിയ വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷെ അത് ഇനി കുട്ടികളുടെ പോകാൻ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അന്ന് പോണില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് പോവുകയാണ്. പോണ വഴിയിൽ ബ്രൈറ്റ് ടൗണിൽ കൂടെ പോണേ. ബ്രൈറ്റൺ ഒരു ചെറിയൊരു ടൗണാണ്. അവിടെ ആകെ 2406 ജനസംഖ്യയേ ഉള്ളൂ. അത് 2016 സെൻസസ് അനുസരിച്ച്. ബ്രൈറ്റ് ടൗണിലത്തെ ഏറ്റവും വലിയ പ്രത്യേകത ബ്രൈറ്റ് ഓട്ടം ഫെസ്റ്റിവലാണ്. അത് എല്ലാ വർഷവും ഏപ്രിൽ ലാസ്റ്റ് വീക്ക് മുതൽ മെയ് ഫസ്റ്റ് വീക്ക് വരെ ഉണ്ടാവും. ഏകദേശം 10 ദിവസമുള്ള പരിപാടിയാണ്. ആ സമയത്ത് ഇവിടുത്തെ മരങ്ങളൊക്കെ നല്ല കളർഫുൾ ആവും, ഓറഞ്ച്, യെല്ലോ, അതുപോലെ നല്ല രസമാണ്. ഇങ്ങനെ വരുന്ന വഴിയിൽ ആപ്പിൾ കണ്ട് അത് പോയാൽ കേട്ടോ. അപ്പം അറക്കാൻ പറ്റും നോക്കട്ടെ. നിറച്ച് പുല്ലാണ്. നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. കവറൊന്നും കയ്യിൽ
നാളെ പോകുമ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ കാണാം. ഇത് നമുക്ക് പറിക്കട്ടെ, ഇത് ആരും പ്രൈവറ്റ് ആയിട്ടൊന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറിച്ചതാണ്. ശരിക്കും ആപ്പിളിൻ്റെ ഫാം തന്നെ ഉണ്ട് ഇവിടെയൊക്കെ. അത് വേറെയാണ്. ആപ്പിളൊക്കെ അറുത്തു. ഓസ്ട്രേലിയയിൽ ഏകദേശം 15 പരം ആപ്പിളുകളുണ്ട്. ഇനി എന്തായാലും ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് നേരെ ഫുഡ് കഴിക്കാം. ലഞ്ചായി. ലഞ്ച് നല്ല വെജിറ്റബിൾ നൂഡിൽസാണ്, എഗ്ഗുണ്ട്. അതാണ് നമ്മൾ ലഞ്ച് ഉണ്ടാവും. ഫുഡ് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ വാട്ടർഫാൾസിലേക്ക് പോയി നല്ല 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 ക്ലീൻ വാട്ടറിൽ നല്ല സൂപ്പർ കുളിയൊക്കെ കുളിച്ചു. തിരിച്ചെത്തി ഞാൻ നൂഡിൽസൊക്കെ കഴിച്ചു. ലഞ്ചിന് നൂഡിൽസ് ആയിരുന്നു കഴിച്ചിട്ട്. ഒരു പവർ നാപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കാരവൻ പാർക്ക് തന്നെ വെരി ബിഗ്ഗാണ്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള കുറച്ച് ക്യാബിൻസ് ഉണ്ട്, കാരവൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് ഇറങ്ങിയതാണ്. വരി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ക്യാബിൻസ്. ഒരുപാടുണ്ട്, ഒരുപാട് ക്യാബിൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ക്യാബിൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ 2 ബെഡ്റൂമിൻ്റെ ഉണ്ടാവാം, 1 ബെഡ്റൂം ഉണ്ടാവാം, 3 ബെഡ്റൂം ഉണ്ടാവാം. അതിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. കിച്ചൺ, ടോയ്ലറ്റ്, ഷവർ, എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കാരവൻ പാർക്ക് വലിയൊരു കാരവൻ പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഡ്രൈവ് ചെയ്യാണ്. ഇവിടെ ക്യാബിൻസ് കാണാം, അതുപോലെ തന്നെ കാരവൻസ് കാണാം. ഇതൊരു ഗെയിംസ് റൂമാണ്, കുട്ടികൾ കളിക്കാനൊക്കെ ഉള്ള ഗെയിംസ് റൂമാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിനുള്ളിലുണ്ട്. അതുപോലെ ഇതിനുള്ളിൽ തന്നെ കാരവൻ പാർക്കിനുള്ളിൽ തന്നെ പാർക്കും എല്ലാം ഉണ്ട്. ഈ മരം ചെറിയ ഡൗട്ട് ഉണ്ട്, ഇത് നാടത്തെ മരത്തിനെ പോലെ ഉണ്ട്. നാട്ടിൽ പൊടിയാന എന്ന നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറ്, അതിനെ പോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വേറെ വെറൈറ്റി ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കണ്ടോ, ഇലൊക്കെ കണ്ടോ, അതേപോലെ തന്നെ ഉണ്ട്. ക്യാമ്പ് ഫയറിനുള്ള മരങ്ങൾ നോക്കി ഇറങ്ങിയതാണ്. റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. ഇവിടെയൊക്കെ ഉണ്ട്. നേരത്തെ കുറച്ച് അയ്യൂപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഇന്ന് രാത്രി ക്യാമ്പ് ഫയറാ. സൂപ്പർ ആക്കണ്ടേ? നമുക്ക് എല്ലാവരും കൂടി സൂപ്പർ ആക്കട്ടാ. അപ്പോൾ ഞങ്ങൾ ഡിന്നർ പ്രിപ്പറേഷനാണ്. ഇന്ന് ഞങ്ങൾ ചാർക്കോൾ ബാർബിക്യൂ ലാമ്പും ചിക്കനുമാണ്. അതിൻ്റെ ഇത് കാണിക്കുന്നില്ല, കാരണം എനിക്ക് ബോറടിക്കും. അതിന് കൂടെ തന്നെ അയ്യൂബ് ഖാൻ്റെ സ്പെഷ്യൽ സാലഡ് ഉണ്ട്. അപ്പോൾ അത് അയ്യൂബ് ഖാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുക്കുംബർ, ഉള്ളി, ടൊമാറ്റോ, ലെറ്റ്യൂസ്, ഫെറ്റ ചീസ്, ഒലീവ്സ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ സൂപ്പർ ഗ്രീക്ക് സാലഡായി. ഞങ്ങൾ സമയം ലാഭിക്കാൻ വേണ്ടി ക്യാമ്പ് ഫയറിൻ്റെ മുകളിൽ ഗ്രില്ല് വെച്ചു. അതിൻ്റെ മുകളിലാണ് ചാർക്കോൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ സമയം ലാഭിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഡിന്നർ റെഡിയായി. കുബൂസ് ഉണ്ട്, പിന്നെ ഇത് സൂപ്പർ ഗാർലിക് സോസാണ്. ലാമ്പ് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് ചാർക്കോൾ ചെയ്തിട്ട്. ചിക്കൻ, പിന്നെ ഇത് സ്പെഷ്യൽ ഗ്രീക്ക് സാലഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ കേട്ടോ. ഡേ നൈറ്റ് ടു ഡിന്നർ. ക്യാമ്പ് ഫയർ ഏകദേശം അന്ത്യത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്.
അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. ഇതാണ് ആ തണുത്ത വെളുപ്പം കാലം. നല്ല തണുപ്പായിരുന്നു രാത്രി. 4 ഡിഗ്രി ആയിരുന്നു. അതാണ് ഈ ജാക്കറ്റ്. കണ്ട സോക്സ് കണ്ട സോക്സ് ഒക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ്. സോൾട്ട് മാംഗോ ട്രീ. രണ്ട് നൈറ്റ് കഴിഞ്ഞു. ടെൻ്റ് അയക്കാണ്. ഇനി ടെൻ്റ് അയച്ചിട്ടൊക്കെ പാക്കിങ് കേട്ടോ. ഹലോ. അപ്പോൾ രാവിലെ നല്ല തണുപ്പാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തായി വന്നു, ഉപ്പുമാവ് ഉണ്ടാക്കി. കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ കാണിക്കാൻ പറ്റില്ല. ഉപ്പുമാവ് എല്ലാവരും കഴിച്ചു. ഇത്ര ബാക്കിയുണ്ട്. കുളിച്ചു, ഫ്രഷായി, ടെൻ്റൊക്കെ അയച്ചു, പാക്ക് ചെയ്തു, വണ്ടി പാക്ക് ചെയ്തു. വണ്ടി ഇനി കുട്ടികൾക്ക് കുറച്ച് എന്താണ് മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട് പോണ പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാണ്. ചായ കുടിക്കുമ്പോൾ കഴിക്കാനാണ്. അപ്പോൾ മെൽബണിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ ഞങ്ങൾ ഈമു ഫാം കണ്ടു. നാട്ടിലൊക്കെ ഞങ്ങൾ എമു എന്നാണ് പറയാറ്, എമു ഫാം. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതാ എമി ഫാമിലെത്തി. ഡിയർ ഫാമാണ്. എമിയുണ്ട്, കുറേ മൃഗങ്ങളുണ്ട്. നമ്മൾ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇത് ഫ്രീ എൻട്രി ആണ്. നമുക്ക് അവിടെ ഫുഡ് കൊടുക്കാൻ കാണിക്കട്ടാ. ഇതാണ് എമി ഫാം. ജോസ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജോസ് കയ്യിൽ കൊടുക്കണ്ട. അടിപൊളി കാണുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ഡീർ ഫാം. ഇവിടെ ഈമ്യൂ, കുറേ ഡേറ്, വേറെയും കുറേ അനിമൽസ് ഉണ്ട്. പിന്നെ പിഗൊക്കെ ഉണ്ട്. ഫ്രീ എൻട്രി ആണ്. നമുക്ക് ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. അങ്ങോട്ടൊക്കെ ബാക്കിൽ ആള് വരുന്നുണ്ട്. അയ്യോ കഴിക്കട്ടോ. അവിടെ അവിടെ എന്താ ഇത് പുറത്താണ്, കൂട്ടിന്റെ ഉള്ളിലല്ലോ. ശല്യം.
പതുക്കെ തിന്നോട്ടാ ചക്ക. കാലക്കാര് ഉള്ളിൽ ബുക്കുണ്ട്. കോമഡി രാത്രി എടുത്ത് കൊണ്ടുവന്നു. ഇത് ഈമി കുട്ടികളാട്ടോ. ഇഷ 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 ആടിനെ ഒന്നിച്ചിട്ടിരിക്കുന്നത്. എന്താ മീമിയാ? അയ്യോ ഓ എന്താ അപ്പക്കിന് അവരൊക്കെ ഓടിപ്പോയിട്ടാ. രണ്ടും കൂടി ഭയങ്കര അടി, അതുകൊണ്ട് രണ്ടാമതും കൊടുക്കട്ടെ. അടി കാണണ അടി കാണുന്നെങ്കിലും വരിട്ടാ. ഇപ്പൊ കാണാം അടി. അടിയില് താറാവുകളുണ്ട്, അരയനുണ്ട്, കണ്ടോ? കുറച്ച് വെള്ളമുണ്ട്. നല്ല എനിക്ക് തോന്നുന്നു ഇത് പോണ്ട് ഉണ്ടാക്കി വെച്ചാന്ന് തോന്നുന്നുണ്ട്, ഈ മാനുകൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി. പിന്നെ അവിടെ മാനുണ്ട്. ആ കാണുന്നതുണ്ടല്ലോ, അതാ കാണുന്നത്, അത് വൈനറി ആട്ടോ. അതൊക്കെ മുന്തിരിത്തോപ്പുക. ഇത് ബാക്കിൽ മൗണ്ടൻ ഉണ്ട്, പക്ഷെ ഒരു മഞ്ഞുള്ളതുകൊണ്ട് കുറച്ച് തണുപ്പായതുകൊണ്ട് ക്ലിയർ അല്ല. കാണുന്നോ അറിയില്ല ബാക്കിൽ മൗണ്ടൻ. ഇത് നല്ല നാടൻ പൂങ്കോഴിയാണ്. ബാക്കിൽ വേറെ രണ്ട് വെറൈറ്റി സാധനം കാണാം. പഴയ വണ്ടി ഉണ്ട്. ആണോടെ ഇവർക്ക് സോഫ്റ്റ് അല്ലേ കുട്ടിയെ? ഇതാടില്ലേ കൊമ്പ്? പേടിക്കല്ലോ കുട്ടിയെ. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളിതാ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇവരെ നല്ല ബിഹേവ് ചെയ്തു. ഈമ്യൂ, പിന്നെ ഡിയർ ഉണ്ടായിരുന്നു, ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആടുകളുണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്തു, ഞാനും എൻജോയ് ചെയ്തു. നല്ല ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ കാണാം കേട്ടോ. ശരി എന്നാ. മെൽബണിൽ പോണ വഴി ഞങ്ങൾ സൺഫ്ലവർ ഫാം കണ്ടു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ നിർത്താൻ വേണ്ടി. നമ്മൾ തിരിച്ചു പോണ വഴിയിൽ ലഞ്ചിൽ നിർത്തിയതാണ്. നല്ല നാടൻ ചെമ്മീൻ അച്ചാറും പിന്നെ കഞ്ഞിയാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ തിരിച്ച് മെൽബണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ വീടെത്തി. ഒരു ലോങ് യാത്രയായിരുന്നു. ഞങ്ങളായാലും കുട്ടികളായാലും പിന്നെ ഫ്രണ്ട്സും ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഒരു റിലാക്സ് ആയി വന്നു. വർക്കിൻ്റെ ഇടയിലുള്ള ഇങ്ങനത്തെ ഒരു ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ് ആയി നമുക്കൊരു എനർജി കിട്ടും. എന്തായാലും തിരിച്ചെത്തി. 4 മണിക്കൂർ ഉണ്ടായിരുന്നു യാത്ര. ഇനി ഇതാ ഈ ക്യാമ്പിംഗ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ട് വേണം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. അടുത്ത വ്ളോഗിട്ട് വരാം. ക്യാമറ ലേഡി മാജിക്കൊപ്പം അനസ്. അപ്പോൾ നമ്മൾ മെൽബണിലേക്ക് പോണ വഴിയിലാണ്. തിരിച്ച് പോകും. ഞാൻ പറഞ്ഞു ഇവിടെത്തി. ഒരു 2 ദിവസത്തെ രാത്രിയും 3 ഡേയും ആയിരുന്നു. ഈ പെണ്ണ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈസി ലിവിംഗ് വിത്ത് അനസിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. ഇന്ന് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വ്ളോഗ് കൊണ്ടാണ്. അതായത് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതി അല്ലെങ്കിൽ ബേർഡ്സ് അനിമൽസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചില സമയം കിട്ടുമ്പോഴൊക്കെ പോയി കാണാറുണ്ട് കിളികളെയും അല്ലെങ്കിൽ അനിമൽസിനെ. ഏറ്റവും ഇഷ്ടം കിളികളാണ്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കൂടി ഞാൻ കമ്പൈൻ ചെയ്തിട്ട് അതാണ് ഈ പ്രാവശ്യത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കിളികൾ, അനിമൽസ്, അങ്ങനെ പലതും ഉണ്ട്. കാങ്കരു, ഈമ്യൂ, പ്ലാറ്റിപ്പസ്, വോംബാറ്റ്, കോല, പോസം, അങ്ങനെ പല അനിമൽസും വേൾഡിൽ തന്നെ പലയിടത്തും കാണാത്തതാണ്. ചിലപ്പോൾ ഇവിടുത്തെ ആവാസ വ്യവസ്ഥകളുണ്ടാവാം. എന്തായാലും നല്ല രസമാണ് ഇവിടുത്തെ ഓരോരോ മരങ്ങളായാലും പല നാച്ചുറലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നല്ല രസമായി കാണാൻ. നാട്ടിൽ പോലെ വൈൽഡായിട്ടുള്ള ഒരുപാട് അനിമൽസ് ഒന്നും ഇല്ല, പക്ഷേ ഇവിടെ ഉള്ളതൊക്കെ നല്ല രസമാണ്. അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ട്. കൊക്കറ്റു, പിന്നെ കൊക്കാബുറ, അങ്ങനെ നേറ്റീവ് ആയിട്ടുള്ള സ്പെഷ്യലായിട്ട് ഒരുപാട് ബേർഡ്സ് ഉണ്ട്. പിന്നെ നാട്ടിൽ കാണുന്ന ബേർഡ്സ് ഇവിടെ കാണാറുണ്ട്. ഞാൻ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പോവാറുണ്ട്, ഇങ്ങനെ ഒരു ബേർഡ് വാച്ചിങ്ങിന്. അപ്പോൾ ഇന്നങ്ങനെ ഇറങ്ങിയതാണ്. ചെറിയൊരു വാക്കിങ്ങും ആവും, കൂടെ ഈ ഇതൊക്കെ ഇങ്ങനെ കാണുകയും ചെയ്യാം. പലപ്പോഴും ഒരുപാട് ബേർഡ്സിന് പല ഡിഫറെൻ്റ് ആയിട്ട് സംഭവങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. കിളികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലെ ബേർഡ് ഫീഡർ, അതിൽ ബേർഡ് ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡ്സൊക്കെ വന്നിട്ട് അത് കഴിക്കുന്നത് കാണാം. ഈ കാണുന്നത് നമ്മളെ പ്രാവിൻ്റെ ഫാമിലിയിലുള്ള ഒരു ബേർഡാണ്. ഇതിൻ്റെ പേരാണ് ക്രസ്റ്റഡ് പീജിയൻ. ഓസ്ട്രേലിയയിൽ നേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പാരറ്റ് വർഗത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന റോസല്ല. ഇത് ക്രിംസൺ റോസല്ലയാണ്. ഈ കാണുന്ന വീഡിയോ ക്ലിപ്പ് 1.5 വർഷം മുമ്പ് വിൽസൺ പ്രോം എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോയപ്പോൾ എടുത്തതാണ്. ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റിൻ്റെ അടുത്ത് റോസല്ല ബേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ ഒന്ന് ഫീഡ് ചെയ്യാൻ ശ്രമം നടത്തിയതാണ്. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും നെട്ടിച്ചുകൊണ്ടത് എൻ്റെ കയ്യിൽ വന്നു. ഫുഡ് കഴിച്ചു. നല്ല സന്തോഷമായി. ഈ കാണുന്ന ബേർഡ്സ് ആണ് റെയിൻബോ ലോറിക്കീറ്റ്. ഓസ്ട്രേലിയയിലെ വേറൊരു പാരറ്റാണ്. തേൻ കുടിക്കുന്നുണ്ടോ?
ഇതിൻ്റെ ഒന്ന് അവിടെ ഉണ്ട് പെയർ. കണ്ട ഇവിടുത്തെ സ്പെഷ്യൽ പാരറ്റാണ് കൊക്കറ്റു. ഒരു സംഖ്യ ഉണ്ട് ഇവിടെ, ഈ വെള്ള കളറുള്ള. ഇതിൽ തന്നെ ബ്ലാക്ക് കളറിലുള്ള ഉണ്ടായിരുന്നു, അതൊക്കെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരുപാട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ബേർഡ്സ്. ഇതെന്താ ബേർഡ്സിന് സമ്മേളനമാണോ? വെരി ബ്യൂട്ടിഫുൾ ബേർഡ്സാണ്. അതുപോലെ തന്നെ ഇവിടെ സുലഭമായി കാണുന്ന ഒരു തരം ബേർഡാണ് ഇത്. കണ്ടോ, ഒരു പാരറ്റ് വർഗത്തിൽപ്പെട്ട ഒരു ബേർഡാണിത്. ഇതിൻ്റെ പേരാണ് ഗല, അല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് ആൻഡ് ഗ്രേ കൊക്കറ്റു. തലൊക്കെ ചുവന്ന കളറാവും, ബാക്കി ഗ്രേ, ബോഡിയൊക്കെ ഗ്രേ കളറിലുള്ള. നല്ല രസമാണ്. ഇപ്പോൾ വീടിന് മുന്നിലുള്ള നാച്ചുറൽ സ്ട്രിപ്പിലാണിത്. നല്ല രസമാണ് നിങ്ങൾ ഫുഡ് കഴിക്കണൊക്കെ കാണാൻ. ഇത് കണ്ടോ, 2 പെയർ ഇരിക്കുന്ന. ഈ കാണുന്ന 2 തത്തകളുണ്ടല്ലോ, ഇത് ഈസ്റ്റേൺ റോസല്ലാണ്. ശരിക്ക് ക്ലിയർ ഇല്ല, എന്നാലും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നമ്മളെ റെയിൻബോ ലോറിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് കഴിക്കണേ. ഇവിടെ കാണുന്നുണ്ട് ഒരു നമ്മളെ ഇതില്ലേ, മൂങ്ങനെ പോലെ ഒരു ജീവി, ഒരു പക്ഷി. ഇതാണ് ഇവിടുത്തെ ഓസ്ട്രേലിയ കുക്കാബുറ എന്ന് പറഞ്ഞത്. ഓതപ്പൂണ്. കണ്ടോ എൻ്റെ കയ്യിൽ? ഇത് എൻ്റെ ഫേവറേറ്റ് പെറ്റായിരുന്നു. 2 വർഷം മുമ്പ് മാജി എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായി തന്നതായിരുന്നു. ഒരുപാട് കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2 കിളികളും നല്ല ഇണങ്ങിയിരുന്നു. കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇത് വീട്ടിൻ്റെ ഉള്ളിൽ താമസിച്ചിരുന്നത്. രാത്രി ആകുമ്പോൾ കൂടുക പോകുമായിരുന്നു പതിവ്. വളരെ നിർഭാഗ്യവശാൽ ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു കിളി മിസ്സായി. എങ്ങനെയാണെന്ന് അറിയില്ല മിസ്സായത്. രണ്ടാമത്തെ കിളി എങ്ങനെ മിസ്സായെന്ന് നമുക്കിപ്പോൾ നോക്കാം. ആച്ചോ, ബാബാന്റെ വൈറ്റ് കിളി ഇവിടെ പോയി, മിസ്സിംഗ് ആയി. എങ്ങനെ? എങ്ങട്ട്? ആ കൂടുന്ന ആരെ കൂട് തുറന്നേ? അഴയാണോ? അളിയല്ലോ. ആച്ചല്ലേ കുടുക്കള്? ആച്ച പെരിക്കൂടല്ലേ? അപ്പൊ പെരിക്കൂട്ട് ഗേളല്ലേ തുറന്നത്? അയല്ല, അത് സ്കൂളിൽ ചെയ്തു. ആരെ കൂട് തുറന്നത്? ഞാൻ ഇങ്ങനെ നടന്നു പോവാ ബീച്ചിൽ കൂടി. വേറൊന്നുമല്ല, നമ്മൾ കടൽക്കാക്കകളെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. കണ്ടോ, കടലിലുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് ഒരു കൂട്ടം ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അടുത്ത് പോയക്കട്ടാ. ഒക്കെ പറഞ്ഞു. കുറച്ചപ്പുറത്ത് കണ്ടൊരു ചെറിയൊരു ലാൻഡ് ദ്വീപ് പോലെ, അവിടെ കുറച്ച് വലിയ കിളികളെ കണ്ടോ, കടൽ കാക്കകളെ കൂടെ തന്നെ. അതാണ് ഓസ്ട്രേലിയൻ പെലിക്കൻ. ഓസ്ട്രേലിയയിൽ കാണുന്നൊരു തരം വലിയ ബേർഡാണ്. ഈ കടൽ കാക്കകളെ കൂടെ കാണുന്ന ഈ വലിയൊരു ബേർഡ് ഉണ്ടല്ലോ, അതാണ് ഓസ്ട്രേലിയൻ പെലിക്കൻ.
ഇത് കണ്ടോ, താറാവുകൾ, ഡക്കുകൾ, പല തരത്തിലുള്ള ഡക്കുകളുണ്ട് അവിടെ. കണ്ടോ അരയന്നങ്ങൾ, ഒരു മിനിറ്റ് ഒരു കിളിയുണ്ട്, ഒരു സ്പെഷ്യൽ കിളിയുണ്ട്. നാട്ടിലത്തെ കോയിലിനെ പോലുള്ളൊരു കിളിനെ കണ്ടോ നിങ്ങൾ? സൗണ്ട് ആക്കണ്ട, എന്ത് രസമാണ് പാട്ട് കേൾക്കാൻ. തന്നെ ഈ കിളിയാണ്, കണ്ട ഈ കിളി എന്ത് രസത്തിലായിട്ട് സൗണ്ട് ആക്കണമെന്നറിയോ? വാ, ഈ മരം ഗംട്രി ആട്ടോ. ഓക്കെ എന്നാ. കണ്ട, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന അടിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ നിർത്തിയതാണ്. പക്ഷെ ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല സാധനം. ഞാൻ അടുത്തൊക്കെ പോകും തോറും അത് ലോങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എൻ്റെ ഒരു ഹോബിയാണ്, ഇങ്ങനെയൊക്കെ ഈ അനിമൽസിനെ അതുപോലെ ബേർഡ്സിനൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. നാട്ടിലെ കാക്കൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ബേർഡാണ് ഈ കാണുന്ന മാഗ്പൈസ്. ലോകത്ത് തന്നെ നല്ല ബുദ്ധിയുള്ളൊരു ബേർഡും കൂടിയാണിത്. ഈ വീടിൻ്റെ മേലെ കണ്ടോ, ഇത് രണ്ടും മൈനയാണ്. നമ്മളെ മൈന, ഇവർ ഓസ്ട്രേലിയക്കാർ ഇന്ത്യൻ മൈന എന്ന് വിളിക്കുന്ന മൈന. ഈ ഓസ്ട്രേലിയയിലെ ഈ ഇന്ത്യൻ മൈനയ്ക്ക് ഒരു കഥ പറയാനുണ്ട്. അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇവിടെ ഇൻസെക്റ്റുകൾ കൂടിയപ്പോൾ അതിന് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇന്ത്യയിൽ നിന്ന് ഈ മൈനകൾ. പിന്നീട് അത് നല്ല കൂടി ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള ഒരുപാട് ബേർഡ്സിനൊക്കെ അത് ഭയങ്കര ശല്യമായി. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഈ മൈനകളുടെ ചരിത്രം. നമ്മൾ പാർക്കിലൊക്കെ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കാണാൻ അവരുടെ പെറ്റ് ഡോഗിനെ ഇങ്ങനെ വരാറ്. അത് ചിലതൊക്കെ വീഡിയോസ് എടുക്കാറുണ്ട്, ചില എടുക്കാറില്ല, ചില അവർ ഇഷ്ടമുണ്ടാവാറില്ല. അങ്ങനെ 2 ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത്. താങ്ക് യു. ഇതുപോലെ തന്നെ പല പാർക്കിലും നമ്മൾ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ റാബിറ്റിനൊക്കെ കാണാം. അപ്പോൾ ഈ കാണുന്നത് വോംബാറ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വോംബാറ്റുകളൊക്കെ എത്ര സ്പീഡിൽ ഓടുന്നത് കാണുന്നത്. വോംബാറ്റ് വൈൽഡ് കാങ്കറൂസിന് ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് അധികം അടുത്ത് പോകാൻ പറ്റില്ല, അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നോക്കട്ടെ. ചാടി ചാടി പോകുന്നത് കണ്ടോ. ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്, സംഖ്യ ഉണ്ട്, അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട് പാർക്കിൽ. അയ്യോ, കോടി. ഞാൻ ഒന്നുകൂടി അടുത്ത് പോയിക്കോട്ടെ കേട്ടോ. ചിലപ്പോൾ ഇന്നെ കണ്ട ഓടും,
അല്ലെങ്കിൽ അവിടെ നിന്ന് തല്ലിവിടും. അപ്പോൾ ഇതാണ് കാങ്കറൂസ് തല്ലിവിടുന്നത്. അപ്പം അതൊക്കെ സൗണ്ട് ഉണ്ടാക്കാതെ പോവാണ്. കണ്ട തല്ലുകൊണ്ടുണ്ടോ, കാണുന്നുണ്ടോ? രണ്ടുപേരും കൂടി നല്ല തല്ല. ഭാര്യയും ഭർത്താവാണോ അതോ ബ്രദേഴ്സാണോ ഒന്നും മനസ്സിലാണില്ല. ഞാൻ അവിടെ നിന്ന് നിലത്തിരിക്കുക. അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിലത്തിരിക്കുക. ഷൂട്ട് ചെയ്യാനുള്ള ഓരോ കഷ്ടപ്പാട്. കണ്ട പിന്നെയും തുടങ്ങി. ഒന്നും കൂടി അടുത്ത് പോയക്കട്ടെ, ചിലപ്പം കണ്ട ഓടും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഫൈറ്റ്. ഇത് കണ്ട വലിയൊരു ഗ്യാങ്. ചില സമയങ്ങളിൽ ഇവർ നമ്മളെ ആക്രമിക്കാറുണ്ട് ഇതേപോലെ തന്നെ. രണ്ടും നല്ല ഫൈറ്റാ. ഓ അടിപൊളി. ഇത് കടലിൽ കാണുന്ന ജെല്ലി ഫിഷാണ്. ചിലതൊക്കെ ഭയങ്കര വിഷമുള്ളതാണ്. ബേർഡ് വാച്ചിങ് അല്ലെങ്കിൽ അനിമൽ വാച്ചിങ്ങിന് പോകുന്ന സമയത്ത് പൊതുവെ ഞാൻ ക്യാമറാസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ പല നല്ല മുഹൂർത്തങ്ങളൊന്നും ക്യാമറയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. ഇനി എടുത്ത പല വീഡിയോസും മിസ്സിംഗ് ആണ്. അപ്പോൾ ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഞാനൊരു വ്ളോഗ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഉമ്മ ഇപ്പോഴും മെൽബണിലെത്തി. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. കുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടി നീട്ടിയിട്ട് കുറച്ച് ചെക്ക് ലിസ്റ്റ് ആയിട്ട് പറയാണ്. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ സുഹൃത്തുക്കളെ, പേരൻസ് എല്ലാം എത്തി. അവരായാലും ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു. അവർ വരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ചെക്ക് ലിസ്റ്റ് കൊടുത്തിരുന്നു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. എങ്ങനെ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോഴാണ് ഞാനിത് ആലോചിച്ചത്, ഇത് എന്തുകൊണ്ടൊരു വ്ളോഗാക്കിക്കൂടാ. അതായത് ടൂറിസ്റ്റായി വരുന്നവർക്ക് മാത്രമല്ല, സ്റ്റുഡൻസായി വരുന്നവർക്കും അതേപോലെ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇത് 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, രണ്ടാമത്തെ ഇതിൽ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ. അപ്പോൾ പാർട്ട് എ. അപ്പോൾ പാർട്ട് എ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നതാണ് പാസ്പോർട്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പാസ്പോർട്ട് എക്സ്പയർഡ് ആവാനായിട്ടുണ്ടോ നോക്കുക. റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്യുക. അടുത്തത് നമ്മളെ കയ്യിലുള്ള വിസ, നിങ്ങൾക്ക് കിട്ടിയ വിസ ഏത് വിസ ആയിക്കോട്ടെ അതിൻ്റെ കണ്ടീഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക, എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് നിങ്ങളുടെ കയ്യിലുള്ള ലൈസൻസ്, അത് കറൻ്റ്ലി വാലിഡ് ആണോ അല്ലെങ്കിൽ അത് പുതുക്കേണ്ട ആവശ്യങ്ങളുണ്ടോ, അതെല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആക്കുക. അടുത്തത് പ്രത്യേകിച്ച് സ്റ്റുഡൻ്റായി വരുന്നവർ നിങ്ങളെല്ലാ പേഴ്സണലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ആയിക്കോട്ടെ, അക്കാദമിക് ക്വാളിഫിക്കേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ്, വെഡ്ഡിങ് സർട്ടിഫിക്കറ്റ്, എന്തോ എല്ലാ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സും ഒരു സെറ്റ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് നാട്ടിൽ വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സെറ്റ് ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് നിങ്ങൾ കയ്യിലും വെക്കുക, ഒറിജിനൽ കൂടെ. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഇൻ കേസ് ഏതെങ്കിലും ഒന്ന് മിസ്സാവുന്നുണ്ടെങ്കിൽ നാട്ടിൽ കോപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, നിങ്ങൾ കയ്യിലൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണോ ഗാഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം അപ് ടു ഡേറ്റ് ആക്കുക, അത് എടുക്കാൻ മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ട്രാവൽ അഡാപ്റ്റർ. നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് അതിൻ്റെ അഡാപ്റ്റർ അവിടുന്ന് വാങ്ങാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങൾ വന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റണമെന്നില്ല.
അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാൻ ചിലപ്പോൾ ഓൺലൈൻ വഴി വാങ്ങേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള സമയം വേണ്ടി വരും. അപ്പോൾ മാക്സിമം അവിടുന്ന് തന്നെ അത് ഒപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. ഇനി അവിടുന്ന് നിങ്ങൾ അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ട് നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ട്രാൻസ്പോർട്ട്, എയർപോർട്ടിൽ നിന്നുള്ള ട്രാൻസ്പോർട്ട്, അതിന് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ, സുഹൃത്തുക്കളുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾ ഏറ്റവും വലിയ ഫ്രണ്ട്സ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആവാം. അപ്പോൾ അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനെ കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയും ഇവിടുന്ന് ട്രാൻസ്പോർട്ടിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് പോരിന് മുമ്പായിട്ട് അറേഞ്ച് ചെയ്യുന്ന വേറൊരു കാര്യമാണ് അക്കോമഡേഷൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക, അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതേപോലെ തന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നാട്ടിൽ നിന്ന് പേരിന് മുമ്പായിട്ട് ജോലിക്കുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ, റെസ്യൂംസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക, നല്ല റെസ്യൂം ഉണ്ടാക്കുക, എന്നിട്ട് നാട്ടിൽ തന്നെ ജോലിക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മതി. അത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ സമയം ലാഭിക്കാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ കയ്യിൽ മാറ്റിയിട്ട് കയ്യിൽ ക്യാഷായിട്ട് വെക്കുക. അത് പെട്ടെന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് പൈസ ക്യാഷായിട്ട് കയ്യിൽ എപ്പോഴും കരുതണം. അപ്പോൾ അടുത്തത് നല്ലൊരു ലഗേജിനെ കുറിച്ചിട്ടാണ്. നല്ലൊരു ലഗേജ് ബാഗ് ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ഒരു ബാക്ക് പാക്കർ ബാഗ് വേണം. ഇമ്പോർട്ടൻറ്റ് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയ വെരി സ്ട്രിക്റ്റ് ആണ് കസ്റ്റംസും. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഐലൻഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുന്നതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും എയർപോർട്ടിൽ നിന്ന് അനുവദിക്കാറില്ല. അപ്പോൾ ലഗേജ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള ക്ലോത്ത്, അതുപോലെ എല്ലാ സംഭവങ്ങളും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഫുഡ് ഐറ്റംസ് അങ്ങനെ പല ഐറ്റംസും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ എമിഗ്രേഷൻ്റെ അറൈവൽ കാർഡ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിൽ ടിക്ക് ചെയ്താൽ മതി. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സാമ്പിൾ ഫോം, എമിഗ്രേഷൻ അറൈവൽ കാർഡ്. ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. എന്നിട്ട് ഇതിൽ കണ്ടോ നമ്പർ 6 or 7, അധികം നമ്മൾ നമ്പർ 7 ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്പർ 7 ടിക്ക് ചെയ്യുക. അപ്പോൾ ഇത് എമിഗ്രേഷൻ സൈറ്റിൽ നിന്ന് കിട്ടും. ഈ പേരൻസൊക്കെ വരുന്നവർക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല. ഞാൻ ഉപ്പ ഉമ്മി വരുന്ന സമയത്ത് എല്ലാം ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുത്തിരുന്നു. ഇതേപോലെ എഴുതാൻ പറഞ്ഞു. നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്തിട്ട് അവർ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല സപ്പോർട്ടീവാണ്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുമെന്ന് പറയും. ഞാൻ ഒരുപാട് കാര്യം കൊടുത്തിട്ടുണ്ട്, കൊണ്ടുവരാൻ പറ്റാതെ അവിടെ നിന്ന് ഒഴിവാക്കാറാണ്. അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിക്ലെയർ മസ്റ്റായിട്ട് ചെയ്യണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും, വലിയ ഫൈൻ കിട്ടും. ചെറിയ ഫൈൻ മുതൽ വലിയ വലിയ ഫൈനുകൾ വരാനുണ്ട്. വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഗേജ് ഫുഡ് ഐറ്റംസ് നിങ്ങൾ കൊണ്ടുവരികയെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫാമിലീസ് വരുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ മാക്സിമം ഈ ഫുഡ് ഐറ്റംസും എല്ലാ സ്പൈസസും മാക്സിമം ഒറ്റൊരു ബാഗിൽ വെക്കുക. അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ ബാഗ് മാത്രം തുറന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ബാഗും തുറന്ന് നോക്കേണ്ടി വരും. അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസും മാക്സിമം ഒരു ബാഗിൽ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ തീരെ കൊണ്ടുവരാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഓസ്ട്രേലിയയിലേക്ക്. ഫോർ എക്സാമ്പിൾ ബനാന, നാട്ടിലെ നേന്ത്രപ്പഴം, അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ചില ഫ്രൂട്ട്സുകളൊന്നും ഇപ്പോൾ പറ്റില്ല. നിങ്ങൾ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നേരെ അവിടുന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നിക്കിടാൻ പറയും. പക്ഷേ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാതിരിക്കാൻ നല്ലത്. അപ്പോൾ ഒരു ഐഡിയക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ബോർഡർ ഫോഴ്സിൻ്റെ വെബ്സൈറ്റ് കയറിയാൽ കുറച്ചും കൂടി ഐഡിയ കിട്ടും. അപ്പോൾ ലഗേജിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി ആഡ് ചെയ്യാണ്ട്, വരുന്ന ആൾക്കാരെ പ്രിസ്ക്രിപ്റ്റ് ചെയ്തുള്ള എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറക്കരുത്. അതിൻ്റെ കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത ലിസ്റ്റോ റെസിപ്റ്റ് എന്തെങ്കിലും കൂടെ വേണം പ്രൂഫായിട്ട്. അതേപോലെ തന്നെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കായി സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ മദറിന് അലാറം എപ്പോഴും കയ്യിൽ വേണം, അവർ ബെഡിൻ്റെ അടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരാൻ പറ്റും, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാവും. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കാതിരിക്കുക ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതാ ഇനി വിമാനം കയറാൻ പോവാണ്, ഓസ്ട്രേലിയക്ക് വരികയാണ്. ഇനി പാർട്ട് ബി അടുത്തത്. പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സ് ത്രൂ അല്ലെങ്കിൽ ഫാമിലി ത്രൂ ആരെങ്കിലുമൊക്കെ ഇവിടെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും, എയർപോർട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവരെ കൂടെ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഓക്കെ ആയിരിക്കും. അതല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊബർ ഉണ്ട്, ഊബർ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഊബർ പോലെ തന്നെ വേറെ ഓല, അതുപോലെ DD, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ടാക്സി ലാസ്റ്റ് നോക്കിയാൽ മതി. ഇനി സിറ്റിയിലേക്കാണ് പോകുന്നവരുള്ളതെന്നുണ്ടെങ്കിൽ മെൽബൺ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ബസ് ഉണ്ട്, സ്കൈ ബസ് എന്ന് പറയും. അപ്പോൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ, അങ്ങനെ അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അങ്ങോട്ട് പോവുക. ഇനി അക്കോമഡേഷൻ റെഡി ആവാത്തവരെന്നുണ്ടെങ്കിൽ
ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ തന്നെ ട്രൈ ചെയ്യണം. ഇനി അതും ഇവിടുന്ന് പെട്ടെന്ന് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഗംട്രി, അതുപോലെ ഫ്ലാറ്റ് മേറ്റ്, അതുപോലെയുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്, അതിലൊക്കെ നേരെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൂടെ പോവുക. അങ്ങനെയൊക്കെ മാക്സിമം അക്കോമഡേഷൻ കണ്ടെത്താൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ തൽക്കാലം Airbnb എന്തെങ്കിലും നിന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ കിട്ടുമോ, ആ ഗ്യാപ്പിൽ നിന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി. ആരും ഇല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നേരെ എയർപോർട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങുക, കയ്യിലുള്ള ക്യാഷൊക്കെ അതിലിട്ടിട്ട് ബാങ്ക് കാർഡും കാര്യങ്ങളൊക്കെ നേരെ ട്രാൻസാക്ഷനിൽ അതിലേക്ക് പോവുക. വീട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അടുത്തതാണ് യൂട്ടിലിറ്റി ബിൽസ്. യൂട്ടിലിറ്റീസ് എല്ലാ യൂട്ടിലിറ്റി നമ്മൾ പേരിലാക്കുക. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, അതുപോലെ ഫോൺ കണക്ഷൻ, ഇൻ്റർനെറ്റ് എല്ലാം തുടങ്ങുക. അത് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രൂഫാണ്. അതൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് നല്ല ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഓസ്ട്രേലിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ആയ കാര്യങ്ങളുണ്ട്. ടൈം ഡിഫറൻസിന് ഭയങ്കരമാണ് നാട്ടിൽ ഇവിടെ തമ്മിലുള്ള. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡേ ലൈറ്റ് സേവിംഗ് സിസ്റ്റം ഉണ്ട്, അതിനൊക്കെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവുക. പിന്നെ മെൽബണിൽ 3 W നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെതർ. ഇവിടെ ഒരു ദിവസം തന്നെ 4 സീസൺ ഉണ്ടാവാറുണ്ട്. ബാക്കി 2 W ഒന്ന് വർക്കാണ്, മൂന്നാമത്തെ ഞാൻ പറയണില്ല, ചിലപ്പോൾ അടി ഉണ്ടാവും. വിമനാട്ടോ, വിമൻ. ഇപ്പം നമ്മൾ ഇന്ത്യൻ വിമൻ അല്ല, ഓസ്ട്രേലിയക്കാരെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 3 W നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ വെതർ ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശരിക്കും വെതർ എന്താണെന്ന് നോക്കണം. വെതർ നോക്കാൻ ഏറ്റവും നല്ലത് വെതറിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ, ബ്യൂറോ ഓഫ് മെട്രോളജിൻ്റെ. അതാണ് ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും വൃത്തി. വെതറിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ 25 മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ തേക്കണം. 25 മുകളിലാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ നിർബന്ധമാണ്. കാരണം ക്യാൻസർ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓസ്ട്രേലിയയിൽ ഓസോൺ ലെയറിൻ്റെ തിക്നെസ് കുറവാണ്, തിന്നാണ്. അപ്പോൾ ഇതേപോലൊരു സംഭവമാണ് UV ഇൻഡെക്സ് 3 അല്ലെങ്കിൽ 4 അതിൻ്റെ മുകളിൽ പോകുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വെയിൽ കൊണ്ടുവന്ന് കുറയ്ക്കുക. വെരി ഡേഞ്ചറാണ്, പ്രത്യേകിച്ച് പേരൻസും കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിത് വെതർ നല്ല ചെക്ക് ചെയ്യണം. നിങ്ങൾ ഏറ്റവും നല്ല സുഹൃത്താവും സമ്മറിൽ സൺസ്ക്രീന്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പേരും അഡ്രസ്സ് ഉണ്ടെങ്കിൽ അഡ്രസ്സും ഫോൺ നമ്പറും പേപ്പറിൽ എഴുതിയിട്ട് പോക്കറ്റിൽ വെക്കണം. ഫോൺ ചിലപ്പോൾ ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ വിസ കണ്ടീഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ചില വിസയിൽ ഇൻഷുറൻസ് എടുക്കുന്ന നിർബന്ധമാവും. അപ്പോൾ നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്ത് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കുക. ഹെൽത്ത് കവർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആംബുലൻസ് കവറും കൂടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംബുലൻസിൻ്റെ മെമ്പർഷിപ്പ്, ഇയർലി മെമ്പർഷിപ്പ് അത് എടുക്കണം. കാരണം പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ബോധം കെട്ട് വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ആരെങ്കിലും ചിലപ്പോൾ ആംബുലൻസ് വിളിക്കുക, അവർ നേരെ എമർജൻസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ട്രീറ്റ് ചെയ്യുകയൊക്കെ കഴിയും. ലാസ്റ്റ് നിങ്ങളെ വീട്ടിലേക്ക് വലിയൊരു ബില്ല് വരും, മിനിമം ഒരു 3000 ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല ആംബുലൻസ് കവർ എടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാക്കുക. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മൈക്കി കാർഡ് എന്ന് പറഞ്ഞിട്ട് കാർഡാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഇവിടെ എത്തിയതിന് ശേഷം നല്ല ഒരു ഐഡിയ ഉണ്ടാക്കുക. ബസ് അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രാം എന്താണ്, അല്ലെങ്കിൽ ട്രെയിൻ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും പറ്റിയിട്ട്. അതേപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓസ്ട്രേലിയ ലോണിനെ പറ്റിയൊരു നല്ലൊരു ഐഡിയ ഉണ്ടാക്കുക. ഓസ്ട്രേലിയ ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞല്ലോ, എയർപോർട്ടിൽ നിന്ന് കുറേ സാധനം കൊണ്ടുവരാൻ പറ്റാത്തതുണ്ട്. അവിടെ മുതൽ തുടങ്ങുകയാണ് നമ്മൾ ഓസ്ട്രേലിയ എത്തിയതിന് ശേഷം ഓരോ ലോകളും നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യണം. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പറ്റുന്ന വലിയൊരു പ്രശ്നമാണ് റോഡ് ക്രോസ് ചെയ്യും. നമ്മൾ എവിടുന്ന് റോഡ് ക്രോസ് ചെയ്യും, ശരിക്കും ഓസ്ട്രേലിയയിൽ അത് ഇല്ലീഗലാണ്. അതിന് $70 മുതൽ ഫൈൻ കിട്ടും. അപ്പോൾ ആൾക്കാരെ ക്രോസ് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ ഫൈൻ കിട്ടാത്തവരുണ്ടാവും. പക്ഷേ നമ്മൾ മാക്സിമം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും, അവിടുന്ന് മാത്രം ക്രോസ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ പബ്ലിക്കായിട്ട് തുപ്പാൻ പാടില്ല. അതും ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്താൽ ഫൈൻ കിട്ടും. കണ്ടാൽ എല്ലാവർക്കും ഫൈൻ കൊടുക്കണമെന്നില്ല, ചിലവർ തുപ്പണം. പക്ഷേ പോലീസ് കണ്ട് അവർക്ക് തോന്നിയാൽ അതും ഇവിടെ തെറ്റാണ്. പബ്ലിക്കായിട്ട് തുപ്പാൻ പാടില്ല. എല്ലാവരും പ്രശ്നം വരുന്ന ഒരു ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് എല്ലാവരും നല്ല ഡ്രൈവർമാരാവും, ലൈസൻസ് ഉണ്ടാവും, 10-20 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ നാട്ടിലത്തെ ലോ അല്ല ഇവിടുത്തെ ലോ. ഇവിടുത്തെ ഡ്രൈവിംഗ് റൂൾസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉക്ടേൺ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, ഉക്ടേൺ. അതുപോലെ നമ്മൾ റൈറ്റ് ടേൺ എടുക്കുന്നിടത്തുനിന്ന് പെഡസ്ട്രെയിൻ ക്രോസിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കടന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആൾക്കാർക്കും അതുപോലെ സൈക്ലിസ്റ്റിനാണ് കൂടുതൽ പ്രിഫറൻസ് അവിടെ ഉള്ളത്. അത് നമുക്കറിയാം. നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പല കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. എനിക്ക് കുറേ അങ്ങനെ വന്നിട്ടുണ്ട്.
അങ്ങനെ ആക്സിഡൻറ്റ് വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് നമ്മൾ സ്റ്റുഡൻറ്റ് വന്നിട്ട് അവന് അങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് വലിയ ഇഷ്യൂ ആയിട്ടുണ്ട്. അങ്ങനെ നല്ല വണ്ണം നിങ്ങളത് പഠിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചിട്ട് നല്ല ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം ഡ്രൈവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റുഡൻറ്റിന് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇനീഷ്യലി. പിന്നീട് ഓസ്ട്രേലിയ ലൈസൻസ് എടുത്താൽ മതി. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഒരുപാട് സ്ഥലത്ത് പബ്ലിക് വൈഫൈ ഉണ്ട്. അപ്പോൾ വൈഫൈ ഉള്ള ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈഫൈ ഹോട്ട്സ്പോട്ട് നോക്കുക. അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ പോണത് ജോലിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് വേണ്ടത് TFN നമ്പർ. TFN എന്നുണ്ടെങ്കിൽ ടാക്സ് ഫയൽ നമ്പർ. അപ്പോൾ നിങ്ങൾ വ്യക്തി ഉടനെ തന്നെ ടാക്സ് ഫയൽ നമ്പറിന് അപേക്ഷിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അത് മുഖേന വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാഷ് ഇൻ ആൻഡ് ആയിട്ട് സാലറി കിട്ടുന്ന വർക്കൊക്കെ ഇല്ലീഗലാണ്. മാക്സിമം അത് ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെ. കാരണം പിന്നീട് കംപ്ലയിൻറ്റ് വന്നോ അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ വിസക്കൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ TFN എടുക്കുക. പിന്നെ ജോലി കിട്ടാൻ നാട്ടിൽ തന്നെ നോക്കാൻ പറയുന്നു. ഇനി കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതിന് ശേഷം ഇവിടെ വന്നിട്ട് ജോലിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു റെഫറൻസാണ്. നിങ്ങൾ അറിയുന്ന ആരെങ്കിലും പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് റെഫറൻസ്. അങ്ങനെയുള്ള ജോലികൾ പെട്ടെന്ന് കിട്ടുകയുള്ളൂ. റെഫറൻസ് ത്രൂ പോവുക. അതേപോലെ തന്നെ ഗംട്രി, പിന്നെ ഫേസ്ബുക്ക് മാർക്ക് പ്ലേസ്, അതുപോലെ കുറേ ജോലികൾ ഇതൊക്കെയാണ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളത്. അതുപോലെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഏജൻസികളുണ്ട്. അത് ട്രൈ ചെയ്യുക. എന്നിട്ടാണ് സീക്ക് ഇൻഡിഡ് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ കിട്ടുന്ന ചാൻസുകൾ കുറവാണ്. ഇതൊക്കെയാണ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളത്. എംട്രി പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ റെഫറൻസ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഏജൻസികൾ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുക. വന്ന ഉടനെ തന്നെ അടുത്തൊരു മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കൗൺസിലിൽ പോയി സംസാരിക്കുക. അപ്പോൾ അവരെന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. പിന്നെ അവിടെ എന്തെങ്കിലും വളണ്ടിയർ ഓപ്ഷനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളണ്ടിയറായിട്ട് അവിടെ മാത്രമല്ല എവിടെയെങ്കിലും വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ഏതാണോ അവർ നിങ്ങൾ എടുക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ട്രെയിനിഷിപ്പ് നോക്കുക. ഇതൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്ക് കയറാനുള്ള മാർഗ്ഗം. കാരണം ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാൻ അവർ ആദ്യം നോക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ. നാട്ടിൽ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഇവിടെ ഒരു കാര്യമില്ല. നാട്ടിൽ നിങ്ങൾ ചിലപ്പോൾ വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവും, ഒരുപാട് സംഭവം ഉണ്ടാവും. പക്ഷേ ഒരിക്കലും അത് ഇവിടെ കൗണ്ട് ചെയ്യില്ല അൺലെസ് നിങ്ങൾ അതിൻ്റെ അസസ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ ആ ഫീൽഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ. എന്നാൽ പോലും ഇവിടുത്തെ എക്സ്പീരിയൻസ് 1 മണിക്കൂർ ആയിക്കോട്ടെ, അത് വാലിഡാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അറിയുന്ന ഏതെങ്കിലും ഷോപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സിൻ്റെ ഷോപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ രീതികളൊക്കെ മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം വന്ന ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്തുള്ള നിങ്ങൾ സെൻട്രൽ ലിങ്ക് പോയിട്ട് സംസാരിക്കുക. സെൻട്രൽ ലിങ്കിൽ നിന്ന് ഒരുപാട് അസിസ്റ്റൻസ് കിട്ടും. സെൻട്രൽ ലിങ്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വെതറിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടുത്തെ എമർജൻസി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവണം. തന്നെ വിക്ടോറിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു എമർജൻസി ആപ്പ് ഉണ്ട്, വിക് എമർജൻസി തന്നെയാണുള്ളത്. അത് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പല കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും ആലോചിച്ചെടുത്ത കാര്യങ്ങളാണ്. ഇതിൽ ഇനിയും ആഡ് ചെയ്യാനുണ്ടാവാം. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയക്കാണോ എങ്ങോട്ടാണോ പോകുന്നത് അവിടുന്ന് അവിടുത്തെ ഒരാളെ നിങ്ങൾ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ബൈ. മൂന്നാമത്തത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ്. നിങ്ങളുടെ കയ്യിലുള്ള ലൈസൻസ് ഒരു കിളി വന്നിട്ട് മാജിനെ കൊത്താൻ പോകുന്നു. മാജ് പേടിച്ചു പോയി മാറിപ്പോയി. അപ്പോൾ ശ്രദ്ധിക്കുക, അത് ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നോ വ്ളോഗാണ്. സ്നോ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ബാക്കിൽ ബസ് കണ്ടോ കീ. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ലൈസൻസ് കിട്ടിയത്, ഹെവി ലൈസൻസ്. ഞാൻ വണ്ടി ഓടിക്കാൻ റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ 6 ഫാമിലി ഉണ്ട്. ഞങ്ങൾ മൗണ്ട് പുള്ളർ പോവുകയാണ്. മൗണ്ട് പുള്ളർ എന്നത് സ്നോ മൗണ്ടെയിൻ ആണ്. അപ്പോൾ ഇന്ന് സ്നോ റെഡി, ബാക്കിയൊക്കെ പിന്നീട് ഇട്ടാ.
അപ്പൊ ഞങ്ങൾ 2 ദിവസം ട്രിപ്പിനാണ് പോണത്. ആദ്യം ഞങ്ങൾ മൗണ്ട് വ്യൂ തൊട്ടടുത്തുള്ള ഒരു കോട്ടേജിൽ നിൽക്കാൻ പോകും. എന്നിട്ട് അതിനുശേഷം രാവിലെ മൗണ്ട് വ്യൂ പോവും. അങ്ങനെ തന്നെ നമുക്ക് കുറെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ നമ്മളിത് ഫസ്റ്റ് ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. ഫസ്റ്റ് ബ്രേക്ക്. ഓരോരുത്തർ ഓരോ ബൈക്കാണ്. ടോയ്ലറ്റ് പോയി ഇതൊരു പാർക്കാണ്. ഇത് ലില്ലിയുടെ ലേക്ക് പാർക്കാണ്. ഇസാക്ക് ചായ സാധനങ്ങളിട്ട് പോണ്. ചായ വെക്കാനുള്ള സാധനത്തിൽ പോണതാ. ഹലോ, എവിടെ ചായ ഫ്ലാസ്ക്? ചാവിൻ്റെ കയ്യുണ്ട്. എല്ലാവരും ഇറങ്ങിപ്പോയതുകൊണ്ട് നമുക്ക് ഇതാണ് വണ്ടി ഇട്ടാ. സലീം വരുന്നതാ. എന്തൊക്കെയാണ് സംഭവങ്ങള്? ആർക്കൊക്കെ സ്നോ കാണാൻ പറ്റുന്നുണ്ട്? ആർക്കെ സ്നോ ഉണ്ട്? എന്നാ പോടി വണ്ടിക്ക് എല്ലാവരും ഓടി. എല്ലാവരും വണ്ടിക്ക് അതെ വണ്ടി ഇപ്പുറത്ത് ഇങ്ങനെ ചിഞ്ചു ഇവിടെ പുറത്ത് ഇവിടെയാണ് വണ്ടി. അല്ലെങ്കിൽ വണ്ടിയിൽ ആരും കയറൂല. എല്ലാവരും വണ്ടി പോയിരിക്കട്ടാ. പാർക്കിൽ നോർമലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, റൈഡുകളും സ്ലൈഡും ഇതൊക്കെ. പക്ഷേ ഇത് സ്പെഷ്യലാണ്. ഈ സംഭവം ഇത് ഊഞ്ഞാലാണ്. പക്ഷേ ഇത് വീൽ ചെയർ വെക്കുന്നതാണ്. അത് ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് വെക്കുന്ന ഊഞ്ഞാലാണിത്. കണ്ടാ? കെയർ ടു സ്റ്റാൻഡ് ഇൻ ദിസ് ഏരിയ വെൻ. വീൽ ചെയർ ഇവിടെ വെക്കുന്നു, ലോക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ ആട്ടി കൊടുക്കുക. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയില്ല. ഇതൊക്കെ തോന്നുന്നു വർക്ക് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പാർക്കിൽ കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വീൽ ചെയർ ഉള്ളവർക്കുള്ള ഊഞ്ഞാൽ. അപ്പോൾ ഞങ്ങളിത് ലഞ്ച് ബ്രേക്കാണ്. ലഞ്ചിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. ചെറിയൊരു പാർക്കുണ്ട്, അപ്പുറത്തെ ടോയ്ലറ്റും സംഭവങ്ങളുണ്ട്, ബാബിക്ക് എന്നൊരു ബോർഡ് ഉണ്ടോ. അപ്പോൾ അവിടെ നമ്മൾ പോയി ഇരിക്കുന്നത്. കുട്ടികൾ കളിക്കാൻ പാർക്കുണ്ട്, ടോയ്ലറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇതേപോലെ ഏരിയകൾ ഉണ്ടാവാറുണ്ട്. ട്രക്ക് പാർക്കിങ്, അതുപോലെ കാർ പാർക്കിങ്, ചെറിയ പാർക്ക്, ബാബിക്ക് ഏരിയ, ടോയ്ലറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. എവിടെ ഇന്ന് എങ്ങോട്ട് ഓടുന്നേ? ഫുഡ് കഴിക്കാൻ എന്നാ അയോടെ എവിടെ പോയി? അയോടെ ബാ പോയേക്ക. ബിരിയാണി നോക്കാം. ഓ എന്ത് ബിരിയാണിയാണ്? ചിക്കൻ അല്ലേ? അല്ല, ചില്ലി ചിക്കൻ. ഇത് കൈമ വന്ന് നിന്നാലുണ്ടല്ലോ കൈ മുറിയാവും. ഭയങ്കര സ്ട്രോങ് ആക്കി നഖം. ഇഷ, ആദം, ജന്ന നിങ്ങളൊക്കെ ഇതില് ഡീസലാട്ടോ. ഡീസൽ ഇതിൽ രണ്ടും പോകില്ല, ഡീസൽ മാത്രം പോവുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് നമ്മളെന്നെ ഫില്ല് ചെയ്യാം കേട്ടോ. സ്റ്റാഫൊന്നും വന്ന് ഫില്ല് ചെയ്യില്ല, നമ്മൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുക. ഒറ്റ സ്റ്റാഫ് ഉണ്ടാവുള്ളൂ.
അടിയിലാണ് ഈ കോട്ടേജിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ എത്തി. ഇനി നമുക്ക് വേണ്ടത് കീ കിട്ടണം. അപ്പൊ ഇവിടെ വിളിച്ചു നോക്കിയപ്പോ അവര് ഈ വീട്ടിൽ തന്നെ വെച്ചെന്ന് പറഞ്ഞു. സ്വിച്ച് ബോർഡിന്റെ ഉള്ളില് നമ്മളെ വീട്. ആ ഷൂട്ടോ, തൽക്കാലം ഷൂട്ടോ, ഷൂ ഉണ്ടോ ഒട്ടോ കുഴപ്പമില്ല. ഓ ഇതാണ് നമ്മൾ നിൽക്കാൻ പോണത്. ഇതെന്താണ്? എന്താണ്? ആദ്യമായിട്ട് കട്ടൻ ചായ, കറക്കി ചായ അലസ്മോൻ ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ്. സ്പെഷ്യൽ ഓംപ്ലേറ്റ് ഫോട്ടോ, സ്പെഷ്യൽ നിസാറിന് വക സ്പെഷ്യൽ ഓംപ്ലേറ്റ്. ഇപ്പോഴത്തെ നെയ്ച്ചോറിന്റെ പ്രിപ്പറേഷനാണ്. ഇതെങ്ങനെയാണ് ഇറക്കല്? അയ നല്ല ഉറക്കം, അയ നല്ല ഉറങ്ങി. ആച്ചൂരുണ്ട്, ഇഷവരുണ്ട്. പ്രസംഗം എടുത്തു. തെറ്റ് ചെയ്യാത്തവരൊക്കെ നല്ല വെള്ളത്തിന്റെ മേൽക്കൂടി നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാസൊക്കെ എടുത്ത് അങ്ങനെ മൂല്യര് ഒരാള് മൂല്യര് അല്ല മൂല്യരെ കൊണ്ടുപോയിട്ട് ഗുഡ് മോർണിംഗ്. സ്നോ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഇവിടെ ഒക്കെ കണ്ട. അച്ചു ആക്കട്ടെ അമ്മ കുട്ടുന്നുണ്ടോ? ആയാ നീനു അങ്ങനെ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ സ്നോ കാണാൻ പോവാണ്. എല്ലാ സ്നോ ഗിയർ എല്ലാം വണ്ടിയിലുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ മൗണ്ട് ബുള്ളറിലെത്തി. ഗ്ലൗസ്, ബീനി ആൻഡ് സ്കാർഫ്, സൂപ്പർ ഫിറ്റ്, റെഡി ഫോർ സ്നോ. ഓക്കെ, കുട്ടിനെ കണ്ടില്ലേ ചന്ദ്രൻ പോണ പോലെ. ആക്ച്വലി ക്യാരറ്റ് എന്തിനാ? സ്നോമാന് മൂക്കുത്താന്. സ്നോമാൻ ഉണ്ടാക്കാനുള്ള ക്യാരറ്റാണ്. അവള് ഗ്ലൗസ് ഊരിയിട്ടാണ്, അവൾക്ക് ഗ്ലൗസിന്റെ പരിചയം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ എല്ലാവരും ഫിറ്റ് ആണ്. ഞങ്ങൾക്ക് മൗണ്ട് ബുള്ളറിൽ എത്തിയിട്ടാ. മാഞ്ചേ അയ്യോ ഇത് കണ്ടോ, ആ കാണുന്ന മേലെ കണ്ടോ, അങ്ങോട്ട് ഇനി പോകണ്ടേ. ഇത് അടിയിലുള്ള ഏരിയ ആണ്. ഇവിടുന്ന് ഇനി ബസ്സിൽ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൗണ്ട് ബുള്ളർ. മൗണ്ട് ബുള്ളറിൽ ഇവിടെ വരെ ബസ് പോവുള്ളൂ, അല്ലെങ്കിൽ കാറൊക്കെ.
ഇവിടുന്ന് ഇനി ഇവിടുന്ന് നമുക്ക് ഫ്രീ ബസ് ഷട്ടിലുണ്ട് മുകളിലേക്ക് പോകാൻ. മുകളിൽ കണ്ടോ, ഇവിടുന്ന് കാണുന്നു കണ്ടോ അവിടെ പോകണം, മുകളിൽ ആ ഏറ്റവും ടോപ്പ് വരെ പോകണം. ഇന്ന് ശരിക്കും സ്നോ കുറവാണ്, ഇതിനെക്കാട്ടൊക്കെ ഉണ്ടാവും. റോഡിലും ഈ റോഡിലൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്ന് അത്ര ഇല്ല. എന്നാലും കൂടിയിട്ട് ഉണ്ട്, സ്നോ ഉണ്ട് എന്തായാലും. നമ്മളെ വിക്ടോറിയയിൽ മെയിനായിട്ടുള്ളൊരു സ്നോ സ്പോട്ടാണ് മൗണ്ട് ബുള്ളർ. പിന്നെ ഫോൾസ് ക്രീക്ക് ഉണ്ട്, മൗണ്ട് ബോബോ ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ട് സ്റ്റെർലിംഗ്, ആൽപ്പൈൻ റീജിയൽ കുറേ ഇതുണ്ട്. അതൊക്കെയാണ് മൗണ്ട് ബോബോ, മൗണ്ട് സ്റ്റെർലിംഗ് ഒക്കെ. പക്ഷേ ഫസ്റ്റ് എല്ലാവരും വരുന്നത് സ്ഥലമാണ് മൗണ്ട് ബുള്ളർ. അങ്ങനെ അതാ ഉച്ചയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല നെയ്ച്ചോറുണ്ട്, പിന്നെ ബീഫ് കറിയാണ്. നല്ല സ്നോ ലഞ്ചാണ്. നല്ല സ്നോന്റെ അവിടെ നിന്നിട്ട് അവിടെ നിന്നാണ് എല്ലാവരും പിക്നിക് ചെയ്യുന്നത്. ഫുഡ് തലേന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. നെയ്ച്ചോറായാലും ബീഫ് കറി ആയാലും പരിപ്പ് കറി ആയാലും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് താഴത്തുനിന്ന് മേലേക്കാണ്. ഇത് ഫ്രീ വില്ലേജ് ബസ് ഷട്ടിലാണ്. അത് ഞാനില്ല. നീങ്ങ 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 ില്ല. ബസ് വരുന്നുണ്ട്. കാർ പാർക്ക് ഷട്ടിൽ. ഞങ്ങളൊരു പകല് മുഴുവനായിട്ട് നമ്മൾ മൗണ്ടിൽ സ്പെൻഡ് ചെയ്ത് നല്ല രസമായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഭയങ്കരമായി തണുപ്പുണ്ടായിരുന്നില്ല. കുട്ടികളായാലും എല്ലാം നല്ല എൻജോയ് ചെയ്തു.
അപ്പോൾ ഞങ്ങളുടെ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ സ്നോ ബ്ലോഗ് ഇവിടെ തീരാണ്. ഇത്ര നേരം ഞങ്ങളുടെ സ്നോ ബ്ലോഗ് കണ്ട് വളരെ നന്ദി. അപ്പോൾ ഇഷ്ടപ്പെട്ട പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങൾ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ വ്ളോഗ് കൊണ്ടാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് മെൽബൺ സൂവിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെ വ്യത്യാസമുണ്ട് നാട്ടിലെ സൂ ഇവിടെ തമ്മിലുള്ളത്. അപ്പോൾ റെഡി? അപ്പം ഓസ്ട്രേലിയയിൽ ഞങ്ങൾ നിൽക്കുന്നത് വിക്ടോറിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. വിക്ടോറിയയിലാണ് മെൽബൺ സിറ്റി. അപ്പോൾ വിക്ടോറിയയിൽ പ്രധാനമായിട്ട് 3 സൂ ആണുള്ളത്. മെൽബൺ സൂ, വെറീബി ഓപ്പൺ റേഞ്ച് സൂ, ഈൽസ് വില്ലേജ് സൂ. ഇത് തമ്മിലൊരു വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെൽബൺ സൂ ആണ് ഏറ്റവും വലുത്. ഒരുപാട് വെറൈറ്റി മൃഗങ്ങളുള്ളതും പിന്നെ കൂടുതൽ സംഭവങ്ങളിലൊക്കെ മെൽബൺ സൂ ആണ്. ഈ മെൽബൺ സൂവിലുള്ള മൃഗങ്ങൾ ബാക്കി വന്നതൊക്കെ താമസിപ്പിച്ച സ്ഥലമാണ് വെറീബി. അപ്പോൾ അവർ പിന്നീട് ആ വെറീബി അവർ ഓപ്പൺ റേഞ്ച് സൂ ആക്കി മാറ്റിയതാണ്. അതായത് നമ്മൾ ആഫ്രിക്കയിലൊക്കെ ഉള്ള ഇപ്പോൾ വണ്ടിയിലൊക്കെ ഓപ്പൺ ആയിട്ടുള്ള വണ്ടിയിൽ ഇരുന്നിട്ട് സഫാരി കാണില്ലേ, അതുപോലെയുള്ള സംഭവമാണ് വെറീബിയിലുള്ളത്. അപ്പോൾ വെറീബിയിൽ ഓപ്പൺ റേഞ്ച് സൂ. ഇത് രണ്ടും വ്യത്യാസം മനസ്സിലായോ? മെൽബൺ സൂ ആണ് ഒരുപാട് മൃഗങ്ങളുള്ളതും വലുതും. പിന്നെ വെറീബി ഓപ്പൺ റേഞ്ച് സൂ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് മൃഗങ്ങൾ നമുക്ക് ബസ്സിലും പോയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് വെറീബി സൂ. പിന്നുള്ളത് ഈൽസ് വില്ലേജ് സാങ്ച്വറി. അതൊരു സാങ്ച്വറിയാണ്. അതിൽ കൂടുതൽ നമ്മൾ ഓസ്ട്രേലിയയിലുള്ള നാറ്റീവ് ആയിട്ടുള്ള അനിമൽസാണ്. കാങ്കരു, പിന്നെ അതുപോലെ പോസം, വോംബാറ്റ്, അതുപോലെ കുറേ നാറ്റീവ് ആയിട്ടുള്ള ബേഡ്സ്, ഇങ്ങനത്താണ് കൂടുതലായിട്ടുള്ളത് ഈൽസ് വില്ലേജ് സാങ്ച്വറിയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് മെൽബൺ സൂവിലേക്കാണ്. നമുക്കെന്നാൽ പോയി നോക്കട്ടാ. അപ്പോൾ നമ്മൾ സൂ എത്തി. ഇത് കണ്ട സൂ മാപ്പ്. നമുക്കിത് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റും നോക്കാം. ഓരോ ഏരിയകൾ ഇത് കാണുമ്പോൾ കുറച്ചുള്ളൂ, പക്ഷെ ഒരുപാട് നടക്കാനുണ്ട്. നോക്കാം നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ളത്. ഇവിടുത്തെ ഞങ്ങൾ ഇങ്ങനെ വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സൂ മെമ്പർഷിപ്പ് ഉണ്ട്. ഇത് കണ്ടോ, അച്ഛൻ്റെ കഴുത്തിൽ മെമ്പർഷിപ്പ് എടുത്തപ്പോഴുള്ള ഇതാണ്. ഞങ്ങൾ എടുത്തിട്ട് ഏകദേശം 1 വർഷമാവാനായി. ഞങ്ങൾ മുമ്പ് എടുത്തിരുന്നു, ഇപ്പോൾ പുതുക്കിയതാണ്. അപ്പോൾ മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലേ ഇപ്പോൾ വിക്ടോറിയയിലുള്ള മെയിനായിട്ടുള്ള 3 സൂ നമുക്ക് 360 ദിവസം വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള ബാക്കി ഇൻഡർസ്റ്റേറ്റിലുള്ള സൂകളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ശരിക്കും ഒരു 3 സൂ വിസിറ്റ് ചെയ്യുന്ന പൈസ വരുന്നേ ഉള്ള 1 വർഷത്തെ മെമ്പർഷിപ്പ് ഫീസ്. അപ്പോൾ നല്ലതാണ് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ. കുട്ടികൾക്ക് ഫ്രീ ആണ് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യണത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗൊറില്ല റെയിൻ ഫോറസ്റ്റിൽ പോകണം കേട്ടോ. അടുത്ത ഗൊറില്ല റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ പോയി നോക്കാം. എവിടെ ആള്? ഗൊറില്ല. ഓ അല്ല, അത് ലെമൂറാണ്. അതാ ഫസ്റ്റത്തെ സാധനം കണ്ടു. ലെമൂറാസ് അല്ല, ലെമൂർസ്. Oh, look at there. Someone sleeping there inside the cage. ഉറങ്ങുന്നുണ്ടാ? നല്ല ഉറക്കാണ്. യെസ്, സൗണ്ട് കേട്ടാ. ഇതാണ് ലേമ. ബാബാ, wow, look at this. തൊടല്ലേ. സ്ലീപ്പി. ഒക്കെ ഉറങ്ങത്തെ ഈ കൂട്ടിലൊക്കെ ഉണ്ട്. ഈ ഡോറിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ കയറിയാൽ പിന്നെ ഡോർ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അടുത്ത് ഓപ്പൺ ആക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റിയും പിന്നെ തിരക്കൊക്കെ കുറക്കാൻ പറ്റും.
Yeah. അപ്പൊ ഇത് കണ്ടോ, ഇത് ചെറിയ അട്ട് പോലെ. ഇത് റെഡാ നിൽക്കുന്നത്, സ്റ്റോപ്പ് ആയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ കൊള്ളാൻ വേണ്ടിയിട്ടാണ്. സേഫ്റ്റിക്കുമാണ്, തിരക്ക് കുറക്കും ചെയ്യും. ഇനി അവർ ഡോർ അടച്ചാൽ ഇത് ഓപ്പൺ ആവാൻ പറ്റില്ല. ബാക്കിലുള്ള ഡോർ അടച്ചാൽ ആ ഡോർ അടച്ചു കാണിച്ചിട്ടു. ആ ഡോർ അടച്ചു. ഇനി ഇവിടെ ഗ്രീൻ കത്തി നേരത്തെ നമ്മൾ കണ്ട ലെമൂർ ഉണ്ടല്ലോ, അതിന്റെ വേറൊരു ഐറ്റം ലെമൂറാണിത്. അതിനൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല മുളങ്കാട്ട് കൂടി നമ്മൾ പോണേ. ശരിക്കും നേരത്തെ മുളങ്കാട് പോലെ. അപ്പൊ ഇതിൽ നമ്മള് ലെമൂർ കണ്ടു. ഇത് ഗൊറില്ലാണ് അവിടെ ഉറങ്ങണ കണ്ടോ, നല്ല ഉറക്കത്തിലാണ്. അതിനൊന്ന് ലിഫ്റ്റ് ചെയ്തില്ല. 2 3 ഉമ്മാനെ പഠിപ്പിച്ചേ. No fish. Oh my god, look. ഒരുപാട് ഫിഷ് ഉണ്ട്. സൂപ്പർ. അപ്പൊ ഇത് കണ്ട രണ്ടാളും കുടിക്കണണ്ട. അപ്പൊ നമ്മളിങ്ങനെ പുറത്ത് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഔട്ടിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നതിനും പോണതിന് മുമ്പായിട്ട് കുട്ടികൾക്ക് നല്ല ഫീഡ് ചെയ്യും. നല്ല മാക്സിമം ഫീഡ് ചെയ്തിട്ടേ ഇറങ്ങുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഫ്രൂട്ട്സ്, അതുപോലെ ലിക്വിഡ് ഐറ്റംസ്, ബിസ്ക്കറ്റ് അതൊക്കെ നമ്മൾ വണ്ടിയിൽ ബാഗിൽ വെക്കാറുണ്ട്. മാക്സിമം ഫ്രൂട്ട്സ് ആണ് എടുക്കാറ്. എന്നാൽ പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾ ഫ്ലൂയിഡ് ഉണ്ടാവും, ഹൈഡ്രേറ്റഡ് ആവും, പോവും, നല്ല എനർജി വന്നോളും. നമുക്ക് അത് പ്രശ്നം വരില്ല. അവർ എപ്പോഴും ഫുഡ് ഇറക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് എൻജോയ് ആക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കിരിക്കിരിയാക്കും, നമ്മൾ ട്രിപ്പ് ആയിക്കോളാം. റെഡി റെഡി. Cassowary, yeah, this is cassowary. ഇതാ ബേർഡ് ബിഗ് ബേർഡ് ഉണ്ടാ ഈ മീനെ പോലെ. അതിന്റെ കളറൊക്കെ നല്ല രസമുണ്ട്. അല്ല നമ്മള് മറ്റെടുക്കണം. എന്താ നിഷ? കം കം ഹായ പോ നീ മതി. കണ്ടോ, ഇപ്പൊ ഉറങ്ങാണ്, നല്ല ഉറക്കം. ഓ നല്ല ഉറക്കം. ഓക്കെ. സ്പൈഡർ മങ്കി. ഇതാണ് സ്പൈഡർ മങ്കി ട്ടാ. Oh, Ella, look. This one's somebody. ഇത് മങ്കീസ് ആണ്. ഇത് എന്ത് മങ്കിയാ? ഇത് നാട്ടിൽ കുറെ കാണണ്ടല്ലോ. ഇങ്ങോട്ട് പോകുന്നത് Stop him. No. Yes, he is. Let's go. Please go. Please door. Please fall down. You're making tricks. Please fall down on his tree, Brad. That's a good trick then.
അപ്പൊ ഇനി അടുത്തത് കാണാൻ പോകുന്നത് ട്രെയിൽ ഓഫ് ദ എലിഫന്റ്സ്, നമ്മുടെ ആന. ഇതെന്റെ കയ്യില്. ആരാ ഹായ? ഇതെന്താണ്? ഓട്ടെ. പറഞ്ഞ പേര് കറക്റ്റ്. അത് കണ്ട ഒട്ട കീരിന്റെ പോലെ സാധനം. ഇത് കീരിയാണോ? ഓട്ടർന്നാണ് ഒരു അതിന് ഒട്ട ഒട്ട എന്നാണ് പറയുന്നത്. അടിപൊളി. ഇതെന്താ ചെയ്യാ ഹായ? ഇതെന്താ ചെയ്യാ? ഇതെന്താ തിന്നായ? ഇതിന്റെ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നാച്ചുറൽ ആയിട്ട് എന്താണ്? ട്രീ കയറാനോ? ട്വിക്സ് ചെയ്യാനോ? അത് ചെയ്യാ. അടിപൊളി. ഇതാണ് നമ്മൾ പറയാം കുട്ടികളുടെ അടുത്ത് പഠിക്കുക, കുട്ടികളുടെ അടുത്ത് പഠിക്കുക. നാട്ടിലെ നമ്മൾ കാട്ടിലൊക്കെ പോയപ്പോ സൂപ്പർ ആയിരുന്നു. നല്ല രീതിയില്ലേ നമുക്ക് മരക്കാടുകളും കാറ്റും. Well known here in Victoria to Melbournians because she was the first elephant calf to be born here at Melbourne Zoo, and she was just picked of the first elephant calf to be born in Australia. So a couple of weeks before there was one in Taronga, but she was the first female. And she was also born by artificial insemination, which is also a first. So that was pretty amazing. She's very, very special. That was 9 years ago. So she's very well adjusted to lots of media because, of course, when she was first born, everyone flocked here. Cameras and video and all sorts of crowds as well. So she's very much used to that attention. മറ്റത് ആഫ്രിക്കൻ എലിഫന്റ് ആയിരുന്നോ? Butterfly house. Come. ഇതിനോട്ട് നല്ല ചൂടാ. എന്റെ മോത്ത് അയ്യോ 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 എന്റെ മോത്ത് എന്തെങ്കിലും ഉണ്ടോ? തലവേദന അവിടെ. ഓ രക്ഷപ്പെട്ടു ഞാൻ. ക്ലാസ്
കണ്ടില്ലല്ലോ ഇതെങ്ങനെ അനക്ക് വെള്ളം കുടി ഇത് കണ്ടോ ബട്ടർഫ്ലൈൻ്റെ സ്റ്റേജസ് ആണിത് ഇതാണ് കാറ്റർപില്ലർ അല്ലേ വാ കിളി കിളി കണ്ടാ കിളി കണ്ടതാ ഞമ്മ കിളി അപ്പൊ ഇനി നമ്മൾ അടുത്തത് നമ്മളിത് കഴിഞ്ഞു ഇനി ഓസ്ട്രേലിയൻ ബുഷ് ഓസി 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 ഓസ്ട്രേലിയൻ ബുഷ് കം കം രണ്ട് കോലുണ്ട് ഒന്ന് അതാ ആ മരത്തിൻ്റെ മേലെ ഉറങ്ങിക്കണ് ഒന്ന് ഇതാ ഇപ്പുറത്ത് ഈ മരത്തിൻ്റെ മേലെ രണ്ടും ഉള്ളിലാണ് രണ്ടും നല്ല ഉറക്കമായി കോലം 24 hours എന്നുണ്ടെങ്കിൽ എനിക്ക് 20 മണിക്കൂർ ഉറക്കം തന്നെയാണ് ഇനി നമ്മൾ പോണത് ഓസ്ട്രേലിയൻ നാറ്റീവ് ബേർഡ്സിൻ്റെ വലിയൊരു അവിയറിയിലാണ് സൂപ്പറാ അവിയറി എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് എന്ന് പറഞ്ഞാൽ വലിയ കൂട് വലിയ കൂട് ഇട്ടാ കിളികളെ വലിയ കൂട് ഓസ്ട്രേലിയത്തെ പലതരം ബേർഡ്സ് ഉണ്ട് ഓസ്ട്രേലിയ ഡിഫറെന്റ് ആയിട്ടുള്ള അനിമൽസിന് പ്രസിദ്ധമാണ് ഒരുപാട് വെറൈറ്റി അനിമൽസ് ഉണ്ട് സൂപ്പർ തത്ത സൂപ്പർ തത്ത ഇത് ചാടിപ്പോവാൻ നോക്കാൻ തോന്നുന്നുണ്ട് ഇങ്ങനെ ഇവിടുത്തെ തത്തൊക്കെ മലയാളം വരുന്നോ ഹലോ ഹലോ മലയാളം അല്ല എനിക്ക് അല്ല തത്തമ്മ പൂച്ച പൂച്ച പിന്നെ മലയാളം അല്ലേ ഇവിടുത്തെ പൂച്ച ഈ തത്തക്ക് പൂച്ചിന് പോയിട്ടുണ്ടാവില്ല പൂച്ചൊക്കെ തത്തനെ പേടിണ്ടാവും വേണ്ടത് Oh yeah, it's just oh gosh. Don't touch it. Oh gosh. Look at that. Just keep your fingers away from her because she'll think that you're approaching her and she Oh no. move on in a second. Oh, stop. Mm. That's scary. There's a swatty. Hey, so cute.
ഓ ഞാൻ കൃതാജ്ഞനായി. എന്നുവെച്ചാല് മനസ്സ് നിറഞ്ഞു മാജിയെ. എന്തോ ഒരു രസമുള്ള കിളികള്. സൂപ്പറായില്ലേ? Here's the wombat. The wombat. Ayun, someone put that. This one. Map. Map, I don't know. It's no good. അറിയാതെ വീണതാ പോയി. ഇത് ഏറി നോസൽ വാമ്പാറ്റ്. വാമ്പാറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പാ. ഇതെവിടെ പേര്? ഇത് പേര് ഇത് കണ്ടോ ബഡ്ജ്? ഇതാണ് വീട്ടിൽ എൻ്റെ അടുത്തുള്ളത്. കണ്ടെണ്ണോ? ഇതെന്റെ നെസ്റ്റ്. യെസ്. നമ്മളെ എമു ഈമി മനസ്സിലായോ? നമ്മളെ ക്യാമ്പിംഗ് വീഡിയോയിലുണ്ട്, രണ്ടാമത്തെ പാർട്ട് 2 ഒരു ഈമി ഫാം പോയിട്ട് നല്ല ഒരുപാട് ഫീഡ് ചെയ്യണമൊക്കെ ഉണ്ട്. ആ സെയിം സാധനം തന്നെ അവിടെ. അതുപോലെ തന്നെ കാങ്കരൂസ് ഉണ്ട്. കാങ്കരൂസ് നമുക്ക് ഒരുപാട് സമയം കാണിക്കുക. ആയിട്ടില്ല, ഇവിടുന്ന് എടുക്കാം ഫോട്ടോ. ഇത് കണ്ട കുക്കാബുറ ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ളൊരു ബേർഡാണ്. ഞാനിങ്ങനെ പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഇത് കുറേ വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ. പക്ഷേ ഇതിൽ വെറൈറ്റി കുറേ കുക്കാബുറാസ് ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള. കണ്ടോ ബോർഡ് കണ്ടോ? ഇവർ നല്ല സൗണ്ട് ഉണ്ടാക്കും, നല്ല രസമാണ് ഇവിടെ സൗണ്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താണെന്നാവും, സൗണ്ടൊന്നുമില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സീബ്രനെ കണ്ടോ? സീബ്രൻ്റെ വരകൾ എല്ലാ സീബ്രക്കും ഡിഫറെൻ്റ് ആണല്ലോ, നമ്മൾ കൈരേഖ പോലെ. ഒന്നും കോമൺ അല്ല. Then baboon. കണ്ട Hello, my name is Josephine.
I live in Melako in northern Kenya with my husband and 5 children. The drought has made our life very hard. There is not enough work for us to live after my family. Come on. All these to be Small baby. ഫുഡ് വേണോ?